ഹായ്, ദിസ് ഈസ് റോസ്മി. ഏത് സൈഡ്, സിറ്റിയുടെ ഏത് സൈഡാണെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ആണ്. റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫ്ലാറ്റ് എടുക്കേണ്ടതും. ഇന്നത്തെ ഒരു വീഡിയോ ഏറ്റവും ഹാപ്പനിങ് പ്ലേസ് ആവാൻ പോകുന്ന ഒരു ലൊക്കേഷനാണ് അങ്കമാലി ഗ്രീൻഫീൽഡ് ഹൈവേ. അപ്പോൾ അത് വന്ന് കുണ്ടന്നൂരാണ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി അവസാനിക്കുന്നത് നെട്ടൂരാണ്. എടപ്പള്ളി ഇത്രമാത്രം ഒരു ഡെവലപ്മെൻറ്റ്സ് സംഭവിച്ചത് 2011 കഴിഞ്ഞ ശേഷമാണ്. അവിടെ ലുലു മോൾ വന്നു, പിന്നെ അതേപോലെ കണക്ടിവിറ്റി ബൈപ്പാസ് നാഷണൽ ഹൈവേ വന്ന് കണക്ട് ചെയ്യുന്നൊരു ഭാഗം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴാണ് എടപ്പള്ളി ഇത്രമാത്രം ഡെവലപ്മെൻറ്റ്സ് വന്നത്. അങ്ങനെ ഡെവലപ്മെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ലൊക്കേഷനിൽ ഇനി വരും എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും ഇല്ലാതെ വരാൻ പോകുന്ന ലൊക്കേഷനാണ് നെട്ടൂർ ലൊക്കേഷൻ. നെട്ടൂരിൽ ഒരു കംപ്ലീറ്റഡ് പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നെട്ടൂരിൽ നാഷണൽ ഹൈവേയോട് ജസ്റ്റ് 300 മീറ്റേഴ്സ് മാത്രം ഡിസ്റ്റൻസ് വരുന്ന ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്, 2 ബെഡ്റൂം പ്ലസ് സ്റ്റഡി 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഒരു 69 സെൻസിൽ 63 അപ്പാർട്ട്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു കംപ്ലീറ്റഡ് പ്രോജക്റ്റിലാണ് ഞാനിപ്പം. വൈറ്റിൽ നിന്ന് ജസ്റ്റ് 5 to 10 മിനിറ്റ്സ് ജേർണി ഉള്ളൂ ഈ ലൊക്കേഷനിലേക്ക്. നമുക്ക് നല്ലൊരു റെൻ്റൽ റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ നല്ലൊരു റീസെയിൽ അപ്രിസിയേഷനും ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ലൊരു റീസെയിൽ അപ്രിസിയേഷൻ കിട്ടാവുന്ന ഒരു പ്രോജക്റ്റാണ്. നല്ല ഭംഗിയായിട്ടാണ് തീർത്തിരിക്കുന്നതും. ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള മോള് ഫോറം മോളാണ്. പിന്നെ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഏഷ്യ ഹോസ്പിറ്റൽ ഭയങ്കര അടുത്താണ്. കൊച്ചിയിൽ ഇപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള സ്കൂളുകളിലേക്ക് പോകാൻ ആക്സസ് ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ചിലർ ചോദിക്കാറുണ്ട്, പുറത്ത് NRIs ആണെങ്കിൽ എസ്പെഷ്യലി ചോദിക്കും, സ്കൂളിൽ പോകാൻ പിള്ളേരെ നല്ല നല്ല സ്കൂളിൽ വിടാൻ പറ്റിയ ഒരു ലൊക്കേഷൻ, എന്നാൽ ഞങ്ങൾക്ക് സിറ്റി വിട്ടു പോകരുത്, നാഷണൽ ഹൈവേയുടെ അടുത്തായിരിക്കണം എന്ന് പറയുന്നവരുടെയും ഒരു ബെസ്റ്റ് ലൊക്കേഷനാണിത്. കുണ്ടന്നൂർ അങ്കമാലി ഗ്രീൻഫീൽഡ് ഹൈവേ വരുമ്പം ശരിക്കും സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അങ്കമാലിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വരുന്നത് എല്ലാവരും. ശരിക്കും ഇവിടെ വന്നാണ് അത് എൻഡ് ആവുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കൊച്ചിയുടെ വേറെ ചില ഭാഗങ്ങൾ ടച്ച് ചെയ്യാതെ വരുന്ന സമയത്ത് ശരിക്കും ഈ ഒരു ഭാഗത്തിന് വലിയൊരു ഡെവലപ്മെൻറ്റ് സ്കോപ്പ് ഇനിയും കിടക്കുകയാണ്. കുറേ പ്രോജക്ട്സുകളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി പ്രോജക്റ്റിൻ്റെ പ്രൈസും ഇൻക്രീസ് ആവും, ലാൻഡിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ആകുമ്പം ബിൽഡേഴ്സിന് ചിലപ്പം റേറ്റ് ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്തിട്ടാണ് വിൽക്കാൻ പറ്റുള്ളൂ. ലാൻഡ് കോസ്റ്റ് കൂടുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ശരിക്കൊരു റൈറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രോജക്റ്റിന് അപ്രിസിയേഷൻ ഉറപ്പായിട്ടും കിട്ടണം, അല്ലെങ്കിൽ റെൻ്റൽ റിട്ടേൺസും കിട്ടണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളൂ. ഒരു നല്ലൊരു പ്രോജക്റ്റ് കൂടിയാണ്. ഈ പ്രോജക്റ്റിൽ 2 സാമ്പിൾ അപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂം പ്ലസ് സ്റ്റഡിയുടെയും 3 ബെഡ്റൂമിൻ്റെയും. 3 ബെഡ്റൂമിൻ്റെ സാമ്പിൾ അപ്പാർട്ട്മെൻ്റ് ആണ് ഞാൻ ഇനി കാണിക്കുന്നത്. ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്ന 2 ബെഡ്റൂം പ്ലസ് സ്റ്റഡിയുടെ സാമ്പിളാണിത്. അപ്പോൾ ഇതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഒരു ലേഔട്ടും ഒക്കെ ആണെന്ന്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കൂ.
ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. ഒരുവിധം കൊച്ചിയുടെ എല്ലാം അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. എല്ലാ ഫ്ലാറ്റിലുള്ളവർക്കും വന്നിരിക്കാൻ പാകത്തിന് ഫെസിലിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ സ്ഥലം സ്പേസ് നമ്മൾ ഇവിടെ ഔട്ട്ഡോർ ഇൻഡോർ ഏരിയ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ജിം ഇവിടെയാണ്. സോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. വ്യൂ ഭയങ്കര, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊച്ചിയുടെ ഏത് സൈഡ് ആ ഭാഗമാണ് വൈറ്റ്ല സൈഡ് വരുന്നത്. ഇവിടെ വാട്ടർ വ്യൂ ആണ്. ഇപ്പോൾ സൺസെറ്റ് ഇങ്ങനെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ആ ഭാഗത്ത് കിട്ടുന്നത്. ശരിക്കും വളരെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ ഇത്. പിന്നെ കയറി വരുമ്പം ഉള്ള വ്യൂ, ജസ്റ്റ് ആ ലോബി ആണെങ്കിൽ 2 മൾട്ടിപ്പിൾ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ലോബിയിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രോജക്റ്റ്. കാരണം ഇപ്പോൾ നാഷണൽ ഹൈവേയിനോട് ചേർന്ന് കിടക്കുന്ന ആണെങ്കിൽ നമുക്ക് എല്ലായിടത്തേക്ക് പോകാനുള്ള ഈസി ആക്സസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഗുഡ് പ്രോജക്റ്റാണ്. ഇതേപോലൊരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.